നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായ സ്ഥാനാർത്ഥികളും മുന്നണികളും. LDF, UDF മുന്നണികൾ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി NDA. തോട്ടം മേഖലയിൽ നിന്നും കാടുകയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ മാട്ടുപ്പെട്ടി നെറ്റിക്കുടി എസ്റ്റേറ്റിൽ ഇറങ്ങി പടയപ്പ നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. എസ്റ്റേറ്റ് ലയങ്ങൾക്കിടയിലൂടെയാണ് പടയപ്പ വിളയാട്ടം നടത്തിയത്. അംഗപരിമിതിയായ ഇടുക്കി കൂട്ടാർ സ്വദേശിനി കൊച്ചുകാളിക്കൽ രാജി രതീഷിന്റെയും കുടുംബത്തിന്റെയും ദുരിത ജീവിതം കാണാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. അടച്ചുറപ്പുള്ള കൊച്ചു വീടെന്ന സ്വപ്നവുമായി കനിവും കാത്തു കഴിയുകയാണ് ഈ കുടുംബം. അയ്യന്റെ അനുഗ്രഹം തേടി മല കയറിയെത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ തീർത്ഥാടന കാലം 2 ആഴ്ച തികയുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 12 ലക്ഷം കടന്നു. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികളും മുന്നണികളും. LDF, UDF മുന്നണികൾ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി NDAയും പ്രചാരണ രംഗത്ത് സജീവമാണ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ത്രികോണ മത്സരത്തിന് കളമൊരുക്കി NDA സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവം. ഒപ്പം ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ രാജാക്കാട് പഞ്ചായത്തിൽ NDA സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി വിജയകുമാർ ബിയും, ബ്ലോക്ക് പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ നിന്ന് പ്രിൻസ് ബി ജോസഫും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പമാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡുകളിലും NDA സ്ഥാനാർത്ഥികൾ ത്രികോണ മത്സരത്തിന് കളമൊരുക്കി പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. 1, 10, 11, 13, 14 വാർഡുകളിലാണ് NDA സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത്. ഇടത് വലത് മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി ഇത്തവണ നേട്ടമുണ്ടാക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി NDAയ്ക്ക് രാജാക്കാട് പഞ്ചായത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകുന്ന സാഹചര്യമാണ് ഈ പ്രാവശ്യം നിലനിൽക്കുന്നത്. കാരണം 2 മുന്നണികളും ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഈ നാടിൻ്റെ വികസന സാധ്യതയെ പിന്നോട്ടടിക്കുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് NDA നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് ആവശ്യമാണെന്നും ഈ നാടിൻ്റെ പുരോഗതിക്കായി എല്ലാവരും ഒരേ മനസ്സോടുകൂടി ജാതിമത വ്യത്യാസമെന്നെ ഒന്നിച്ചു നിൽക്കണമെന്നുമുള്ള വലിയ ഒരു ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിട്ടുണ്ട്. 14 വാർഡുകളുള്ള രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ വിജയ സാധ്യതയുള്ള വാർഡുകളിലാണ് NDA സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതെന്നും വലിയ മാറ്റത്തിന് ഇത്തവണ രാജാക്കാട് സാക്ഷ്യം വഹിക്കുമെന്നും NDA നേതൃത്വം വ്യക്തമാക്കുന്നു. സിറ്റി വിഷൻ രാജാക്കാട്. ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ഗ്രേസി ജോയിയുടെയും ജില്ലാ ഡിവിഷന് കീഴിൽ വരുന്ന 6 ബ്ലോക്ക് ഡിവിഷനുകളിലെയും നെടുങ്കണ്ടം, ഉടുമ്പൻചോല, സേനാപതി പഞ്ചായത്തുകളിലെ 48 വാർഡുകളിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സ്ഥാനാർത്ഥി സംഗമം നെടുങ്കണ്ടം വികസന സമിതി സ്റ്റേജിൽ നടന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വനനിയമം, CHR, ഭൂപതിവ് ചട്ട ഭേദഗതി, കെട്ടിട ക്രമവൽക്കരണം തുടങ്ങിയ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച ഇടുക്കിയെ തകർക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രതികരിക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജോസഫ് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ ഓരോ നിയോജകമണ്ഡലത്തിലും MLA-മാരുടെ നേതൃത്വത്തിൽ യോഗം. തൊടുപുഴയിലെ യോഗം തൊടുപുഴ ടൗൺ ഹാളിൽ ചേർന്നു വിശദമായി ചർച്ച ചെയ്തു. അപ്പം നമുക്ക് ഞാൻ വളരെ വൈകിയിരിക്കുന്നുണ്ട്. KPCC രാഷ്ട്രീയ വക്താവ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. UDF ഉടുമ്പൻചോല നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് UDF കൺവീനറുമായ പ്രൊഫസർ MJ ജേക്കബ്, കോൺഗ്രസ് മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ഗോപി, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോസ് പട്ടംപ്ലാക്കൽ തുടങ്ങിയ UDFന്റെ വിവിധ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം.
സ്വന്തം പ്രചരണത്തിൽ മാത്രമല്ല മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലും പങ്കാളിയാകുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഇടുക്കിയിൽ. നെടുങ്കണ്ടം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ജനവിധി തേടുന്ന BJP സ്ഥാനാർത്ഥിയായ ഗ്രീഷ്മ രാജേഷ്. ഫോട്ടോഗ്രാഫറായ ഗ്രീഷ്മ വിവിധ സ്ഥാനാർത്ഥികൾക്കായുള്ള പോസ്റ്ററുകൾ ഒരുക്കുന്നതിലും സജീവമാണ്. ഹൈറേഞ്ചിലെ ഫോട്ടോഗ്രാഫി രംഗത്തെ വനിതാ മുഖമായ ഗ്രീഷ്മ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം ഫോട്ടോഗ്രാഫി, ഡിസൈനിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തിരക്കേറിയ കാലമാണെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ BJP നിർദ്ദേശിച്ചപ്പോൾ തയ്യാറാവുകയായിരുന്നു. എന്നാൽ ജോലി പൂർണ്ണമായും ഒഴിവാക്കിയല്ല പ്രചാരണം. LDFിലും UDFിലും NDAയിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി പോസ്റ്ററുകളും നോട്ടീസുകളും ഫ്ലെക്സും ഒക്കെ തയ്യാറാക്കി നൽകും. രാഷ്ട്രീയം ഏതാണെങ്കിലും തൊഴിലുമായി ഇടകലർത്തില്ലെന്നാണ് ഗ്രീഷ്മയുടെ നിലപാട്. ദിവസേന സ്റ്റുഡിയോയിലെത്തുന്ന വിവിധ സ്ഥാനാർത്ഥികൾ നിർദ്ദേശിക്കുന്ന ഡിസൈനിംഗ് ജോലികൾ പൂർത്തീകരിച്ച പ്രചാരണത്തിന് ഇറങ്ങും. വർഷങ്ങളായി ഫോട്ടോഗ്രാഫി രംഗത്തുള്ളതിനാൽ വാർഡിലെ ജനങ്ങളെ നന്നായി അറിയാം. അതിനാൽ പ്രചാരണം എളുപ്പമാണെന്ന് ഗ്രീഷ്മ പറയുന്നു. BJPയുടെ നെടുങ്കണ്ടം പഞ്ചായത്തിലെ 4-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. അതിലുപരി എൻ്റെ വർക്ക് കളയാതെ, എൻ്റെ തൊഴിൽ കളയാതെ തന്നെയാണ് ഞാൻ ഈ പ്രവർത്തനത്തിലേക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ടാണ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം ഭാഗത്തിലുള്ള എല്ലാം UDF LDF എല്ലാ സ്ഥാനാർത്ഥികളുടെയൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രചരണവും ഒക്കെ ആയിട്ട് നടക്കുന്നത്. 10-16 വർഷമായിട്ട് ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലുണ്ട്. മൊത്തത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ നെടുങ്കണ്ടം മുഴുവനുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും വീടുകളിൽ കയറി ചെന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ പ്രചരണമായിട്ട് നടക്കുന്നത്. രാവിലെയും വൈകിട്ടുമാണ് വോട്ടർമാരെ പ്രധാനമായും വീടുകളിലെത്തി നേരിട്ടു കാണുന്നത്. പകൽ സമയം കൂടുതലും ജോലിയുടെ തിരക്കിൽ. സ്വന്തം പ്രചാരണ ചൂടിലാണെങ്കിലും മറ്റു മുന്നണി സ്ഥാനാർത്ഥികളുടേതടക്കമുള്ള ജോലികൾ കൃത്യസമയത്ത് പൂർത്തീകരിച്ച് നൽകും. AKPA ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ഗ്രീഷ്മ ഫോട്ടോഗ്രാഫി സംഘടനാ പ്രവർത്തനത്തിലും സജീവമാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കുമളി ഗ്രാമപഞ്ചായത്ത് LDF കുടുംബയോഗങ്ങൾക്ക് തുടക്കം. മുരിക്കടിയിൽ 5-ാം നഗറിൽ സ്ഥാനാർത്ഥി സംഗമവും കുടുംബയോഗവും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. മണി MLA ഉദ്ഘാടനം ചെയ്തു. ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുമളി ഗ്രാമപഞ്ചായത്തിലെ LDF കുടുംബയോഗങ്ങൾക്ക് തുടക്കം. മുരിക്കടി 5-ാം നഗറിൽ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സംഗമവും കുടുംബയോഗവുമാണ് നടന്നത്. ജില്ലാ, ബ്ലോക്ക്, ഡിവിഷൻ സ്ഥാനാർത്ഥികളും വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളും പങ്കെടുത്ത പരിപാടി M. മണി MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും RSSും BJPയും രാജ്യത്തെ അപകടത്തിലാക്കിയിരിക്കുകയുമാണ്. നിരവധി വികസന പ്രവർത്തനങ്ങളും പുരോഗതിയും കൊണ്ടുവന്ന പിണറായി വിജയൻ സർക്കാരിന് പിന്തുണ നൽകേണ്ടത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണെന്നും M. മണി പറഞ്ഞു. CPIM കുമളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനീഷ് ദേവ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ അരുൺകുമാർ S, സ്ഥാനാർത്ഥികളായ സിന്ധു വിനോദ്, ഷീബ തോമസ്, മണിമേഖല, കവിത സമ്പത്ത് കുമാർ, ഷൈനി ജോസഫ് എന്നിവർ സംസാരിച്ചു. വിവിധ ബഹുജന സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. മൂന്നാർ മാട്ടുപ്പെട്ടി നെറ്റിക്കുടി എസ്റ്റേറ്റിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. എസ്റ്റേറ്റ് ലയങ്ങൾക്കിടയിലൂടെയാണ് കാട്ടുകൊമ്പൻ സ്വൈര്യവിഹാരം നടത്തിയത്. തോട്ടം മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ ജനവാസ മേഖലയിലൂടെ പടയപ്പ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചുറ്റിത്തിരിയുകയാണ്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ്. മൂന്നാർ മാട്ടുപ്പെട്ടി നെറ്റിക്കുടി എസ്റ്റേറ്റിലാണ് കാട്ടുകൊമ്പൻ ഇറങ്ങിയത്. എസ്റ്റേറ്റ് ലയങ്ങൾക്കിടയിലൂടെയാണ് കൊമ്പൻ സ്വൈര്യവിഹാരം നടത്തിയത്. ലാക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കഴിഞ്ഞ ദിവസം 4ഓളം കടകൾ തകർത്തിരുന്നു. ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര്യജീവിതം കെടുത്തുകയാണ്. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇത് തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. ഇത്തവണ മഴക്കാലത്ത് പോലും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായില്ല. 1-ലധികം തവണ ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ തോതിൽ നാശം വരുത്തി. വേനൽ ആരംഭിക്കുന്നതോടെ കാട്ടുകൊമ്പന്റെ ശല്യം രൂക്ഷമാകുമോ എന്നും തൊഴിലാളി കുടുംബങ്ങൾ ഭയപ്പെടുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി ശരണമന്ത്രം. ഈ തീർത്ഥാടന കാലം 2 ആഴ്ച തികയുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 12 ലക്ഷം കടന്നു. മറ്റ് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശനി, ഞായർ ദിവസങ്ങളിൽ തിരക്ക് കുറവായിരുന്നു. സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ അയ്യപ്പ സവിധം വിട്ടിറങ്ങുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെട്ടാൽ അധിക നേരം കാത്തു നിൽക്കാതെ തന്നെ എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. അയ്യപ്പ സന്നിധിയിൽ പ്രായത്തെ തോൽപ്പിക്കുന്ന നൃത്താർച്ചനയുമായി തൃശൂർ സ്വദേശി ലത വിശ്വനാഥ്. 67-ാം വയസ്സിൽ കൊച്ചുമകളുടെ ആരോഗ്യം സുഖപ്പെടുത്തുന്നതിനായാണ് ലത അയ്യപ്പന് നൃത്താർച്ചന സമർപ്പിച്ചത്.
സർക്കാർ സർവീസിൽ നിന്നും ഹെഡ് നേഴ്സായി വിരമിച്ച ലത വിശ്വനാഥ 5-ാം വയസ്സിൽ തുടങ്ങിയ ചുവടുകളുടെ താളം ഇപ്പോൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നുണ്ട്. ജോലിയും കുടുംബജീവിതവും പ്രായവുമൊക്കെ കലാമോഹങ്ങൾക്ക് വിലങ്ങുതടിയാകാതെ ഇത് 2ാം തവണയാണ് അയ്യപ്പ സന്നിധിയിൽ നൃത്താർച്ചന അവതരിപ്പിച്ചത്. നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടും തിരുനടനവും എന്ന ഗാനത്തോടെ ശിവഭഗവാന്റെ വേഷത്തിലെത്തിയ ലതാ വിശ്വനാഥന്റെ നൃത്തച്ചുവടുകൾ ആസ്വദിക്കുവാൻ നിരവധി ഭക്തരാണ് നടപ്പന്തലിൽ ശാസ്ത ഓഡിറ്റോറിയത്തിൽ തടിച്ചുകൂടിയത്. സിറ്റി വിഷൻ സന്നിധാനം. ശബരിമലയിൽ NDRF സംഘത്തെ നയിക്കാൻ നാട്ടുകാരൻ. പത്തനംതിട്ട വലംചുഴി സ്വദേശിയായ NDRF ആരക്കോണം 4-ാം ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് ഡോക്ടർ A. അർജുനാണ് ചാർജ് എടുത്തത്. മുമ്പ് അതിർത്തി രക്ഷാ സേനയിലായിരുന്ന അർജുൻ ആദ്യമായാണ് ശബരിമലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പൂർത്തിയാക്കിയത്. സന്നിധാനത്ത് 41 പേരും പമ്പയിൽ 40 പേരുമായി ആകെ 81 NDRF സേനയാണ് ശബരിമലയിലുള്ളത്. ദുരന്ത പ്രതിരോധത്തിന്റെ ചുമതലയുള്ള NDRF സംഘം സന്നിധാനം, പമ്പ എന്നിവിടങ്ങളിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന തീർത്ഥാടകരെ ഉടൻ സ്ട്രെച്ചറിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തുന്നത്. എൻ്റെ പേര് ഡോക്ടർ അർജുൻ. ഞാൻ 4th ബറ്റാലിയൻ NDRFിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ ബറ്റാലിയൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈ ആരക്കോണമിലാണ്. അവർ നമ്മുടെ സീനിയർ കമാൻഡന്റ് അഖിലേഷ് കുമാർ സാറാണ് എന്നെ ഇങ്ങോട്ട് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓവറോൾ നമ്മുടെ സൂപ്പർവൈസറി റോളിലേക്കാണ് വന്നിരിക്കുന്നത്. പ്രിപ്പറേഷൻസ് നോക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പന്മാരുടെ കാര്യത്തിലും ഇത്തരത്തിൽ ജാഗ്രത പുലർത്തുന്നു. ഇതിനകം 60 പേരെ ക്ഷണനേരം കൊണ്ട് സ്ട്രെച്ചറിൽ എത്തിച്ച വൈദ്യസഹായം ലഭ്യമാക്കാനും സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിറ്റി വിഷൻ സന്നിധാനം. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പരസഹായം കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ട്. ഭാരമെടുക്കാനോ ജോലി ചെയ്യാനോ ആവില്ല. എന്നാൽ അംഗപരിമിതിയായ ഇടുക്കി കൂട്ടാർ സ്വദേശിനി കൊച്ചുകാളിക്കൽ രാജി രതീഷിന്റെയും കുടുംബത്തിന്റെയും ദുരിത ജീവിതം കാണാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. അടച്ചുറപ്പുള്ള കൊച്ചു വീടെന്ന സ്വപ്നത്തിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. കൗമാരപ്രായത്തിലുണ്ടായ അസുഖത്തെ തുടർന്നാണ് രാജിയുടെ ജീവിതം വീടിനുള്ളിലായത്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
ഭാരമുള്ളതൊന്നും എടുക്കാൻ സാധിക്കില്ല. തറയോ കൃത്യമായ മേൽക്കൂരിയോ ഇല്ലാത്ത ഒറ്റമുറിയും അടുക്കളയും മാത്രമുള്ള വീട്ടിലാണ് രാജിയും ഭർത്താവും 2 പെൺമക്കളും കഴിഞ്ഞു വരുന്നത്. മുൻപുണ്ടായിരുന്ന പഴയ വീട് വർഷങ്ങൾക്ക് മുൻപ് തകർന്നപ്പോൾ കടം മേടിച്ചും മറ്റുമായി ഇത്രയും നിർമ്മാണം നടത്തുകയായിരുന്നു. സാരിയും പടുതയും ഒക്കെ വലിച്ചു കെട്ടിയ ഷെഡിലാണ് കുട്ടികൾ അന്തി ഉറങ്ങുന്നത്. കൂലിവേലക്കാരനായ രതീഷിന്റെ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. ആരെങ്കിലും തൊഴിലുറപ്പ് നടക്കുന്ന സ്ഥലത്തെത്തിച്ചാൽ രാജി തൊഴിലുറപ്പ് ജോലിയിൽ പങ്കാളിയാകും. ഞാനും എൻ്റെ ഹസ്ബൻഡും 2 കൊച്ചു പിള്ളേരുമാണ് താമസിക്കുന്നത്. 2 പെൺപിള്ളേരാണ് എനിക്കുള്ളത്. ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 5 വയസ്സുള്ള 2 കുഞ്ഞു പിള്ളേരാണ്. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നത്. അവിടെ നിന്ന് കടം മേടിച്ച് 2 റൂം, ഒരു റൂമും ഒരടുക്കള 2 റൂമായിട്ട് കെട്ടിയതായിരുന്നു. അതിന് ഒരു റൂം കിടക്കാൻ, ആകെ ഒരു റൂമേ ഉള്ളൂ ഞങ്ങൾക്ക് കിടക്കാനൊക്കെ സൗകര്യമായിട്ടുള്ളത്. അടുക്കളയാണെങ്കിൽ വെള്ളം മഴ പെയ്താൽ നനയുകയൊക്കെ ചെയ്യും. പിന്നെ വഴിയില്ല. കുറേ പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷയൊക്കെ കൊടുത്തതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. 10 വർഷത്തോളമായി ഇവിടെ സ്ഥിരതാമസമായിട്ട്. തീരെ വയ്യാതെ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമുള്ള ഒരാളാണ് ഞാൻ. അടച്ചുറപ്പുള്ള വീടിനായി ഇവർ നിരവധി തവണ കരുണാപുരം പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും പരിഗണിച്ചിട്ടില്ലെന്നാണ് ആരോപണം. 20 സെന്റ് ഭൂമിയാണ് ഇവർക്കുള്ളത്. ഇവിടേക്ക് സഞ്ചാരയോഗ്യമായ വഴി പോലുമില്ല. രാജിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചു പോലും വീട് നൽകാൻ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കുടിയേറ്റ കാലം മുതൽ കൂട്ടായ്മയുടെ ഉത്സവമായി മാറുന്ന ഒരു വിളവെടുപ്പുണ്ട്. അതാണ് കപ്പവാട്ട്. എന്നാൽ നിലവിൽ കപ്പ കൃഷി വൻതോതിൽ ഹൈറേഞ്ചിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കപ്പ കൃഷിയും കപ്പവാട്ടുമൊക്കെ ആ പഴയ കുടിയേറ്റ കാല കൂട്ടായ്മയുടെ ഓർമ്മയിൽ നിലനിർത്തി മുമ്പോട്ട് പോകുന്ന കർഷകരും ഇവിടെയുണ്ട്. അത്തരത്തിലൊരാളാണ് രാജക്കാട് തടത്തിൽച്ചാലിൽ ബിജു. കാണാം ഒരു കപ്പവാട്ട് വിശേഷം. കുടിയേറിപ്പാർത്ത കാലത്ത് പട്ടിണിക്ക് അറുതി വരുത്തുന്നതിനാണ് ഹൈറേഞ്ചിലെ മലമുകളിൽ കപ്പ കൃഷി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ നെൽകൃഷിയോളം പ്രാധാന്യമുണ്ട് കപ്പ കൃഷിക്കും. പറിച്ചെടുക്കുന്ന കപ്പ വാട്ടി ഉണങ്ങി സൂക്ഷിക്കും. പഞ്ഞ കർക്കിടകത്തിലടക്കം ഹൈറേഞ്ചുകാരന്റെ പട്ടിണി അകറ്റുന്നത് വാട്ടുകപ്പയാണ്. ഒരു നാടാകെ ഒന്നിച്ചുകൂടി കപ്പ പറിച്ചുകൂട്ടും. സ്ത്രീകളും കുട്ടികളും കപ്പയുടെ കറുത്ത തൊലി ചിരണ്ടിക്കളയും. കുറച്ചുപേർ ചിരണ്ടിയ കപ്പ അരിഞ്ഞെടുക്കും. മൂർച്ചയുള്ള കത്തിയിൽ അരിഞ്ഞു വീഴുന്ന കപ്പ കണ്ടാൽ മിഷ്യൻ കട്ടിംഗ് ആണെന്ന് പറഞ്ഞു പോകും. ഒരേ കനം, ഒരേ വലുപ്പം. കാലങ്ങൾ കഴിഞ്ഞതോടെ നെൽകൃഷി എന്നോണം കപ്പ കൃഷിയും ഹൈറേഞ്ചിന്റെ പടികടന്നു തുടങ്ങി. ഇന്ന് അപൂർവം ചിലർ മാത്രമാണ് കപ്പ കൃഷി ഇറക്കുന്നത്. എന്നാലും കപ്പവാട്ട പഴയ ആവേശം തന്നെയെന്നാണ് കപ്പ കൃഷി ഇന്നോളം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജാക്കാട് കൊച്ചുമുല്ലക്കാനം സ്വദേശി തടത്തിച്ചാലിൽ ബിജു പറയുന്നു. കപ്പവാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമല്ലേ, ഭയങ്കര അടിപൊളി കേസല്ലേ. കപ്പവാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഘോഷ പരിപാടിയല്ലേ. പണ്ടും അതേ ശരിയോ, ഇന്ന് അകത്തും അതെ. അവിടെ ഒരു 50 വർഷം മുമ്പിലത്തെ ഒരു രീതി എപ്പോഴും കപ്പവാട്ടിന് ആഘോഷ കുറവുകളൊന്നുമില്ല. ഇത്തവണ ഈ കർഷകൻ കപ്പ നേരത്തെ പറിച്ച് വാട്ടുന്നതിനും മറ്റൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, എലിയും പന്നിയും അടക്കമുള്ള ജീവികളുടെ ആക്രമണം. എല്ലാ വർഷവും എലിശല്യം കാരണം നേരത്തെ അങ്ങ് പറിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര എലിശല്യമാണ്. നമുക്ക് കർഷകന് കിട്ടത്തക്ക രീതിയിലുള്ള സാധനം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങ് പറിച്ച് ഒഴിവായെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ തലമുറ വൈറ്റ് കോളർ ജോലി തേടി മലയിറങ്ങുന്നതും കുടിയേറ്റകാല കൂട്ടായ്മയിൽ ഹൈറേഞ്ചിന്റെ ദേശീയ ഉത്സവമായി മാറിയ കപ്പ പറിക്കലും വാട്ടലും ഇന്ന് അപൂർവ കാഴ്ചകളായി മാറുന്നതിന് കാരണമാകുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ രാജക്കാട് യൂണിറ്റ് വാർഷികവും വിളംബര റാലിയും നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം ചെയ്തു. വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി രാജാക്കാട് ടൗണിൽ നിന്ന് ആരംഭിച്ച വാഹന വിളംബര റാലി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് VS ബിജു ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി NRCT ടൗണിലെത്തിയ ശേഷം രാജാക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു.
തുടർന്ന് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക സമ്മേളനം KVVS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം ചെയ്തു. കച്ചവട മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് മേൽ ഉദ്യോഗസ്ഥർ പിഴ ചുമത്തി മുന്നോട്ടു പോകുന്ന സ്ഥിതിയുണ്ടെന്നും സണ്ണി പൈമ്പിളിൽ പറഞ്ഞു. എല്ലാം ഒരു മാറ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയകാല ചരിത്രവും ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ കച്ചവട രംഗത്ത് ഇനിയുള്ള കാലം പിടിച്ചു നിൽക്കത്തില്ല. കച്ചവടം വലിയ ഒരു മാത്സര്യ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കച്ചവട രംഗത്ത് ഒരു വലിയ തളർച്ച ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ പോലും ഉദ്യോഗസ്ഥന്മാർ വലിയ പിഴ ചുമത്തുന്ന പരിശോധനകളുമായി മുന്നോട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തൊട്ടടുത്തൊരു യൂണിറ്റിൽ GSTയുടെ 65 ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ചാണ് പരിശോധനയ്ക്ക് ഒരു സ്ഥലത്ത് വന്നത്. യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് CS പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് PS സലീം മുഖ്യപ്രഭാഷണം നടത്തി. KVVS യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു സംഘടനാ സന്ദേശം നൽകി. യൂത്ത് വിംഗ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി അലൻ സെബാസ്റ്റ്യൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജിയോൺ ബെന്നി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി G രമേശ് ബാബു, KVVS യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ, ജില്ലാ ഓർഗനൈസർ CB കൊച്ചുപിള്ളാട്ട്, മണ്ഡലം പ്രസിഡന്റ് VC ജോൺസൺ, മണ്ഡലം ട്രഷറർ അബ്ദുൽ കലാം, യൂത്ത് വിംഗ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MR ശ്രീരാജ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വെച്ച ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നൽകി. സിറ്റി വിഷൻ രാജാക്കാട്. കാമാക്ഷി അംഗൻവാടി പരിധിയിലുള്ള കൗമാരപ്രായക്കാരായ കുട്ടികൾ തങ്കമണി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ ABMB വിദ്യാർത്ഥികളുമായി സംവദിച്ചു. കൂടാതെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമ അവബോധ ക്ലാസും നടത്തപ്പെട്ടു. തങ്കമണി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ ക്ലാസ് നയിച്ചു. പോലീസിന്റെ ഡ്യൂട്ടി വിവരങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും പോലീസ് സ്റ്റേഷന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ കുട്ടികൾക്ക് സാധിച്ചു. ഉപ്പുതറ മാട്ടുത്താവളം നീരേറ്റുപാറ ശ്രീദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഡിസംബർ 4 വ്യാഴാഴ്ച നടക്കും. ബ്രഹ്മശ്രീ രതീഷ് ആചാര്യ പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെ രാവിലെ 9:15 പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. ഉച്ചയ്ക്ക് മഹാപ്രസാദൂട്ട് നടത്തപ്പെടും. വൈകിട്ട് വിശേഷാൽ ദീപാരാധനയോടനുബന്ധിച്ച് കാർത്തിക വിളക്കിൽ 10,001 ദീപങ്ങൾ ജ്വലിക്കും. പൊങ്കാല അർപ്പിക്കുന്നതിന് എത്തിച്ചേരുന്ന ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് OP വിജയൻ, സെക്രട്ടറി PV ഷൺമുഖൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ OP വിശ്വനാഥ് എന്നിവർ അറിയിച്ചു. നമ്മുടെ പരിപാടികളുടെ മുഖ്യ കാർമ്മികനായിട്ട് ബ്രഹ്മശ്രീ രതീഷ് ആചാര്യ ആയിരിക്കും പങ്കെടുക്കുക. അന്നേ ദിവസം രാവിലെ 7 മണിക്ക് ഗണപതി ഹോമം, 9:20 പൊങ്കാല ആരംഭിക്കുന്നത്. തുടർന്ന് പൊങ്കാലയ്ക്ക് ശേഷം 1 മണിക്ക് മഹാപ്രസാദമൂട്ട്, പൊങ്കാലയ്ക്ക് പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാപ്രസാദമൂട്ട് ഉണ്ടായിരിക്കും. വൈകിട്ട് 6 മണിക്ക് വിശേഷാൽ ദീപാരാധനയോടൊപ്പം തന്നെ 10,001 ദീപം തെളിയിക്കുന്ന ഗംഭീരമായിട്ടുള്ള കാർത്തിക വിളക്ക് എല്ലാ വർഷത്തെയും പോലെ വളരെ ഭക്തി നിർഭരമായിട്ട് നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നുണ്ട്. കാർത്തിക വിളക്കിനെ തുടർന്ന് തൃക്കാർത്തിക, തിരുവാതിര മുതലായ പരിപാടികളും നമ്മൾ ഈ പൊങ്കാലയോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഈ പൊങ്കാലയിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വഴിപാടിലും പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കണമെന്ന്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ, വെള്ളി ഗ്രാമിന് 192 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായ സ്ഥാനാർത്ഥികളും മുന്നണികളും. LDF, UDF മുന്നണികൾ പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക് കടന്നു. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി NDA. തോട്ടം മേഖലയിൽ നിന്നും കാട് കയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ മാട്ടുപ്പെട്ടി നെറ്റിക്കുടി എസ്റ്റേറ്റിൽ ഇറങ്ങി പടയപ്പ നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. എസ്റ്റേറ്റ് ലയങ്ങൾക്കിടയിലൂടെയാണ് പടയപ്പ വിളയാട്ടം നടത്തിയത്.
അംഗപരിമിതിയായ ഇടുക്കി കൂട്ടാർ സ്വദേശിനി കൊച്ചുകാളിക്കൽ രാജി രതീഷിന്റെയും കുടുംബത്തിന്റെയും ദുരിത ജീവിതം കാണാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. അടച്ചുറപ്പുള്ള കൊച്ചു വീടെന്ന സ്വപ്നവുമായി കനിവും കാത്ത് കഴിയുകയാണ് ഈ കുടുംബം. അയ്യന്റെ അനുഗ്രഹം തേടി മല കയറിയെത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ തീർത്ഥാടന കാലം 2 ആഴ്ച തികയുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 12 ലക്ഷം കടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.